ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റവ കൊണ്ട് ഒരു അടിപൊളി ലഡുവാണ് തയ്യാറാക്കുന്നത്. ഇതുണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്, അതുപോലെ നല്ല രുചികരമായിട്ടുള്ള ഒരു ലഡുവാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നെയ്യ് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണേ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 5 ബദാമാണ് കേട്ടോ. അത് ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എന്താ അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും കളറൊന്ന് ഏകദേശം ചേഞ്ച് ആയി വന്നു. ഈ സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് റവ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരകി എടുത്തതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. നമ്മൾ ഈ തേങ്ങ ചിരകി എടുക്കുമ്പോൾ ചെറുതായിട്ട് ചിരകി എടുക്കണം. അതുപോലെ അതിൻ്റെ ആ ചിരട്ടയുടെ ഭാഗം ഉണ്ടല്ലോ, ബ്രൗൺ കളറിലെ ഭാഗം, അതെടുക്കാൻ പാടില്ല കേട്ടോ. ഇതിട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ മൂക്കുമ്പോൾ ഒരു നല്ല മണം വരുമല്ലോ, ആ സമയം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ആ തേങ്ങയുടെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം വേണം എടുക്കാൻ, ചൂടുവെള്ളമല്ല, പച്ചവെള്ളം വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് മതിയാവും. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ടിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. എന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ ആ ചൂട് കുറച്ച് കുറയുമല്ലോ, നമുക്ക് ഈ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിന് ചൂടാകുമല്ലോ, ആ സമയത്ത് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഇത് കൈകൊണ്ട് പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കണം. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. നമുക്കൊരു 6-7 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാകും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ലഡു ഉണ്ടല്ലോ തയ്യാറാക്കി 4 ദിവസം വരെ കേടാകാതെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ നമ്മുടെ ലഡുവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 7 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ലഡുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.